പാർലമെന്റ് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടമായി. സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പര്യാപ്തമാകുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാനും ഏകോപിപ്പിക്കാനും പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്താനുമുള്ള ഒരു ടീമാണിത്. ഇവർ മാത്രമല്ല, ഇവരെ പോലെ തന്നെ കഴിവുള്ള ഒരുപാട് പേർ കോൺഗ്രസിനകത്തുണ്ട്. അവരുടെ എല്ലാം സേവനം വരും ദിവസങ്ങളിൽ കാര്യക്ഷമമായി ഉപയോഗിക്കപ്പെടും. അതിനുള്ള ഒരു നാന്ദിയായിട്ടാണ് ഈ മാറ്റത്തെ കാണുന്നത്. കെ സുധാകരന് വേണ്ടി ഒരു വിഭാഗം ഇപ്പോഴും അദ്ദേഹം തന്നെ തുടരണം എന്നുള്ളത് ഈ ചർച്ചകൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ സജീവമായി പോസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടതാണ്. അത് സുധാകരനോട് പാർട്ടി പ്രവർത്തകർക്ക് സ്നേഹമുള്ളതുകൊണ്ടാണ്. അതെന്താ ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത്, ഞങ്ങളുടെ പാർട്ടിയിൽ കുറേ ജനാധിപത്യമൊക്കെ ഉണ്ടാവും. ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളൊക്കെ ഉണ്ടാവും. ചില പാർട്ടികളിൽ ഉണ്ടാവില്ല. മറ്റു പാർട്ടികൾക്ക് ആര് പ്രസിഡന്റ് വന്നാലും അംഗീകരിക്കണം. എന്തെങ്കിലും ഒരു അക്ഷരം വേണ്ടിയാൽ പിന്നെ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല ബാക്കി. അതല്ലേ ഇപ്പോൾ കേരളത്തിൽ മറ്റു പാർട്ടികളൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ടോ? എന്താ ചിരിക്കുന്നത്? മറ്റ് പ്രസിഡന്റുമാർ വന്നപ്പോൾ സാധാരണ രീതിയിലാണോ ആ നിയമനങ്ങൾ നടന്നത്? പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും അപ്പോഴൊന്നും ഇല്ലാത്ത ചർച്ച ഉണ്ട്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാണ്. ആ ചർച്ചകൾ ഞങ്ങളെ ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പോസിറ്റീവ് അതാണ്. കാരണം ഞങ്ങളുടെ പ്രസിഡന്റിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഒരാളെ മാറ്റുമ്പം അയാളുടെ പോസിറ്റീവ് പറയും, അല്ലെ ഒരു പുതിയ ആളെ വെക്കുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെന്ന് പറയും. ഇതൊക്കെ നല്ല ആരോഗ്യപരമായ ചർച്ചകളാണ്. സുധാകരനോട് പാർട്ടി പ്രവർത്തകർക്ക് സ്നേഹം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായ ആ പ്രവർത്തനം. പക്ഷേ സുധാകരനെ നമ്മൾ മാറ്റിയല്ല. സുധാകരൻ ബീഹാറിൽ മാറ്റി, ബംഗാളിൽ മാറ്റി, മഹാരാഷ്ട്രയിൽ മാറ്റി, ദാദർ മാറ്റി, ഒറീസയിൽ മാറ്റി. ഇപ്പം കേരളത്തിലെ 6ാമത്തെ പ്രസിഡന്റാണ് 3 മാസത്തിനുള്ളിൽ മാറ്റുന്നത്. നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞതാണ്, ബെൽഗാവിൽ വെച്ച് തന്നെ പറഞ്ഞതാണ്, 2025 ചേഞ്ചിൻ്റെ വർഷമായിരിക്കും. എല്ലാ തലത്തിലും സംഘടനാപരമായ മാറ്റം ഉണ്ടാകും. അത് പ്രത്യേകമായി കേരളത്തിന് വേണ്ടി മാത്രം ബാധകമല്ല. ഇനിയും ഉണ്ട് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇനിയും മാറ്റങ്ങൾ വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളത് കാണാം. അപ്പോൾ ഇത് ആ രീതിയിൽ കാണുമ്പോൾ സുധാകരൻ്റെ സേവനങ്ങളെ മാനിച്ചുകൊണ്ട് തന്നെയാണ് സുധാകരനെ എലിവേറ്റ് ചെയ്തിരിക്കുന്നത്. കെ സുധാകരൻ്റെ ഒരു പ്രതികരണം നീണ്ടുപോയി നിങ്ങൾക്കല്ലേ തോന്നുന്നത്? നിങ്ങളും തീയതി തീരുമാനിച്ചു. ഞങ്ങൾ സത്യത്തിൽ തീയതികൾ സംബന്ധിച്ചുള്ള ചർച്ച ചെയ്തത് മിഞ്ഞാന്ന് രാത്രിയാണ്. നിങ്ങളറിയാത്തൊരു ചർച്ച ഇവിടെ നടന്നിട്ടുണ്ട് മിഞ്ഞാന്ന് രാത്രി. അപ്പോഴാണ് തീയതികളെ സംബന്ധിച്ചുള്ള ചർച്ച നടന്നത് തന്നെ. പക്ഷേ നേരത്തെ തന്നെ പ്രസിഡന്റുമാരെ കുറേ ആൾ നിങ്ങൾ തീരുമാനിച്ചു. അതിനൊരു ടാർഗറ്റും ഉണ്ടാവും. ചിലരുടെ നോമിനിയാണെന്ന് പറയാൻ. കേരളത്തിൽ എന്ത് നടന്നാലും അങ്ങനെയാണല്ലോ ഇപ്പം കാണുന്നത്. ആ കാണട്ടെ, അത് പറയട്ടെ, അവരെ ആശ്വാസമടയട്ടെ. അതിലെനിക്കും പരാതിയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം, ഞാൻ അന്നേ പറയും, ഇതെല്ലാം റൂമേഴ്സാണ്, ഊഹാപോഹങ്ങളാണ്. പാർട്ടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്താൽ നിങ്ങളെ അറിയിക്കും. ഞങ്ങളൊരു കാലതാമസവും വരുത്തിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പാർട്ടിയുടെ എല്ലാ വിഭാഗം നേതാക്കന്മാരുമായിട്ട് മുൻപെങ്ങുമില്ലാത്ത വണ്ണം കൺസൾട്ടേറ്റീവ് പ്രോസസ്സ് ഇപ്രാവശ്യം നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രീം ലീഡേഴ്സ് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമായിട്ടും പുനഃസംഘടനക്കും മുമ്പ് അങ്ങനെ ചെയ്യാത്തതാണ്. രാഷ്ട്രീയവിനിമയം നടത്തിയിട്ടാണ്. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. പൊതുവികാരം അറിയണം. ആ പൊതുവികാരം അറിയണം എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ അടുത്തത്. അതിനുശേഷമാണ് ഈ സംബന്ധിച്ച ചർച്ചക്കായിട്ട് ഇരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ പ്രസിഡന്റുമാരെ അവിടെ പ്രഖ്യാപിച്ചു പോയി. എന്ത് ചെയ്യാൻ പറ്റും? മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു പോയി പ്രസിഡന്റുമാരെ. ഇന്നയാൾ വരും, ഇന്നയാൾ വരും. എല്ലാത്തിനും നമസ്കാരം. അല്ല നിങ്ങൾ ഇത് തന്നെ നിങ്ങൾ തെറ്റാണ്. നിങ്ങൾ ഒരാളുടെ പേര് എനിക്ക് നിർഭാഗ്യകരമായി തോന്നുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ എല്ലാവരും കഴിവുള്ളവരാണ്. ഒരു മണ്ഡലത്തിൽ 4 പ്രാവശ്യം ജയിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ആന്റണിയെ പോലുള്ള ഒരാൾ കോൺഗ്രസിന് അഭിമാനകരമായിട്ട് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചു കഴിച്ച് അതെന്തിനായിരുന്നു എനിക്കറിയില്ല. ഇത്തിരി കൂടി ചർച്ചകൾക്ക് കാര്യം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങൾക്ക് വളരെ നല്ല നിരയുള്ള ലീഡർഷിപ്പ് നിരയുള്ള സ്റ്റേറ്റാണ് കേരളം. ഞങ്ങളുടെ MP-മാർ ആരാ മോശക്കാർ? എല്ലാവരും ഒന്നിനൊന്നും മെച്ചമല്ലേ? പക്ഷേ കൺസിഡർ ചെയ്യുമ്പോൾ ഒരാളല്ലേ ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ച് ബാക്കി എല്ലാവരും മോശക്കാരാണോ? എല്ലാവരും കഴിവുള്ളവരാണ്, പ്രഗത്ഭരായ ആളുകളാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ആ ക്രീം ലീഡേഴ്സിൽ നിന്ന് ചില സന്ദർഭങ്ങളിൽ പല ഘടകങ്ങളും മനസ്സിലാക്കി ഒരാൾക്ക് അവസരം കിട്ടും. പിന്നെ ഇപ്പം ഈ പറയുന്നുണ്ട്, അതും കൂടെ ഞാൻ പറഞ്ഞേക്കാം, ഒരു സമുദായ നേതാവിൻ്റെയും റെക്കമെൻഡേഷൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. പലരും പറയുന്നുണ്ട്, ചിലർ നിർദ്ദേശിച്ചു.
ഇവരെല്ലാം സംഘടനാപരമായിട്ട് കഴിവുള്ള നേതാക്കന്മാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സണ്ണി 6 വർഷക്കാലം കണ്ണൂർ പോലെയുള്ള ജില്ലയിൽ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്നു, അതും സുധാകരന് ശേഷം. അവിടെ നിർണായക വിജയങ്ങളിൽ ചുക്കാൻ പിടിച്ച നേതാവായിരുന്നു. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എന്താണ്, DCC പ്രസിഡന്റുമാരെ ശാക്തീകരിക്കുന്ന പ്രക്രിയയാണ് ഇന്ത്യയിൽ ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ശക്തി പകരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ ചൂസ് ചെയ്യുന്ന എങ്ങനെയാണ്, ഏറ്റവും നല്ല DCC പ്രസിഡന്റുമാർ ആരായിരുന്നോ അവരെ മുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യും. ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്, അല്ലാതെ ഏതെങ്കിലും സമുദായത്തിൻ്റെ പേര്. പിന്നെ കോൺഗ്രസ് പോലുള്ളൊരു പാർട്ടി എല്ലാ സമുദായങ്ങൾക്കും സ്പേസ് കൊടുക്കുന്ന പാർട്ടിയാണ്. ഞങ്ങൾ സമുദായങ്ങൾക്കെതിരല്ല, എല്ലാ സമുദായങ്ങളെയും അംഗീകരിക്കും. അവരോട് ആരോടും എതിര് പറയില്ല, അവരോട് വഴക്കിടാൻ നിൽക്കാറില്ല. പക്ഷെ അവർ ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ല. അവരിലേക്ക് ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ഒരാളെ മോശമാക്കുക, സമുദായ നേതാക്കന്മാർ പറയുക, അതില്ല. കോൺഗ്രസ് മറ്റേതെങ്കിലും പാർട്ടിയിൽ ചോദിക്കുമോ ചോദ്യം? ഇപ്പം CPM-നകത്ത് ചോദിക്കുന്നുണ്ടോ ഒരു പട്ടികജാതി മന്ത്രി ഇതുവരെ ഇല്ല? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് സന്തോഷമുണ്ടോ കോൺഗ്രസിനോട് ഇതൊക്കെ ചോദിക്കും. കോൺഗ്രസ് ഇതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയാണ്, എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയാണ്. CPM-ൽ SC മന്ത്രി ഇല്ല. കോൺഗ്രസിൻ്റെ കാലത്താണ് ഒരു SC മന്ത്രി ഇല്ല, ഒരു ക്യാബിനറ്റ് ഉണ്ടായെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിടുമായിരുന്നു. കേരളം പോലെയുള്ള നവോത്ഥാനത്തിൻ്റെ സ്റ്റേറ്റിലാണ് ഈ പറയുന്നത്. അതൊക്കെ ആയിക്കോട്ടെ, അതിനൊന്നും സംശയമില്ല, അതൊക്കെ അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ വിമർശിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. ഞങ്ങൾക്ക് അതിൽ നല്ല പോസിറ്റീവായ കാര്യങ്ങൾ എടുക്കാമല്ലോ, ചെയ്യാൻ. ആ വിമർശനങ്ങളെല്ലാം സ്വാധീനം. പക്ഷേ ഞാനിപ്പോൾ ആത്യന്തികമായി പറയാൻ വന്നത്, ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീം വി ആർ പ്രസൻറ്റിംഗ് ടു കേരള. മറ്റെല്ലാവരുടെയും കൂടി സഹകരണത്തോടു കൂടി, എല്ലാ മുതിർന്ന നേതാക്കന്മാരെയും പുതിയ ചെറുപ്പക്കാരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി 2026 UDF-ൻ്റെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വിന്നിങ് കോമ്പിനേഷനാണ് ഇതിലോട്ട്. ഒരു കാര്യം, അടി തിരിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ യുദ്ധപദ്ധതിയാണ്, കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോവാൻ പ്രതിപക്ഷം എന്താണ് വിലയിരുത്തുന്നത്? ഒരു യുദ്ധത്തിലേക്ക് പോയാൽ കുഴപ്പമാവില്ലേ കാര്യം? ഞങ്ങൾ ഈ കാര്യത്തിൽ ഇന്ത്യയുടെ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ ആദ്യം മുതലെടുത്ത നിലപാട് വളരെ ക്ലിയറാണ്. രാജ്യം നിർണായകമായ നാളുകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെക്കുക, സേനയ്ക്കൊപ്പം സർക്കാരിനൊപ്പം നിൽക്കുക. ഇന്നിപ്പോൾ ഡൽഹി ദൂരദർശൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, കോൺഗ്രസ് അധ്യക്ഷനെ ട്രേറ്ററായിട്ട് ഡൽഹി ദൂരദർശൻ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഇനി ടോപ്പ് ഹെഡ്ലൈൻസ് കാണാം. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ പ്രഖ്യാപനം നടത്തി ഹൈക്കമാൻഡ്. PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാകും. K സുധാകരനെ പ്രവർത്തക സമിതി ക്ഷണിതാവാക്കി.